സ്ത്രീകളുടെ ഇടയിൽ നടത്താറുള്ള സെക്സ് സർവേകളിൽ ഇന്ത്യയിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പലപ്പോഴും പറയാറുള്ള ഒരു രതിസ്വപ്നമാണ് റേപ്പ് ഫാൻറ്റസി. അതായത് ബലാത്സംഗത്തിലൂടെ രതിമൂർച്ചയിലെത്താൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ. ഇത് കേൾക്കുന്ന പലർക്കും വളരെയധികം അമ്പരപ്പും അതിശയവുമൊക്കെ തോന്നിയേക്കാം. എന്തുകൊണ്ടാണ് ചില സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള ഒരു വിചിത്രമായിട്ടുള്ള ലൈംഗിക താല്പര്യം ഉണ്ടാകുന്നത്? ഈ റേപ്പ് ഫാൻറ്റസിയുള്ള സ്ത്രീകൾ എല്ലാവരും യഥാർത്ഥത്തിൽ ബലാത്സംഗത്തിന് ഇരകളാകണം എന്നാഗ്രഹിക്കുന്നവരാണോ? ഈ ഒരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ഒരു വിഷയത്തെപ്പറ്റി ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ ചേരുന്നത് അമേരിക്കയിലെ പ്രശസ്ത ഇന്റിമസി കോച്ചും എഴുത്തുകാരിയും ലൈംഗിക കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ലോസ് ആഞ്ചലസിൽ ജോലി ചെയ്തിരുന്ന മുൻ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് അറ്റോർണിയുമായ റീന മാർട്ടിനാണ്. അമേരിക്കയിലെ നൂറുകണക്കിന് സ്ത്രീകൾക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന ലൈംഗിക ബുദ്ധിമുട്ടുകൾക്ക് കൗൺസിലിങ്ങിലൂടെ പരിഹാരം നൽകുന്ന ഒരു വ്യക്തിയും കൂടെയാണ് റീന. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ലൈംഗികതയിൽ ഏറ്റവും അധികം പഠനങ്ങൾ വന്നു തുടങ്ങിയത് പ്രത്യേകിച്ചും സ്ത്രീകളുടെ ലൈംഗികതയിൽ ഓസ്ട്രേലിയയും കാനഡയും അമേരിക്കയും UK-യും സ്വീഡനും പോലെയൊക്കെയുള്ള രാജ്യങ്ങളിൽ കഴിഞ്ഞ 30 കൊല്ലത്തിനുള്ളിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക ഡോക്ടർമാരും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസുകളും ഒക്കെ സംസാരിക്കുന്ന കാര്യങ്ങൾ കാലഹരണപ്പെട്ട കഥകളാണ്. കാരണം അവരാരും തന്നെ അവരുടെ മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് ലൈംഗികതയെ പറ്റിയോ ലൈംഗികതയിൽ നടക്കുന്ന പുതിയ ഗവേഷണങ്ങളെ പറ്റിയോ ഒന്നും തന്നെ പഠിക്കുന്നില്ല. ഈ ഒരു വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വിവോക്സ്. അതുകൊണ്ട് തന്നെയാണ് വിവോക്സ് കേരളത്തിലെയോ ഇന്ത്യയിലെ ഒന്നും ഡോക്ടർമാരെ ഇൻ്റർവ്യൂ ചെയ്യാതെ ഈ ഒരു മേഖലയിൽ ഇന്ന് വളരെയധികം ഗവേഷണങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലെ എക്സ്പേർട്ടുകളുമായിട്ട് ഒരു സംഭാഷണം നടത്തുന്നത്. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. കാരണം വിവോക്സ് വളരുന്നതിനനുസരിച്ച് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള എക്സ്പേർട്സുകളെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഒരു ദിവസം ബലാത്സംഗത്തിന് ഇരയാകപ്പെടുന്ന സ്ത്രീകളെന്ന് പറയുന്നത് ഏകദേശം 86ഓളമാണ്. ഇത് ഔദ്യോഗികമായ കണക്കുകളാണ്. ഒട്ടുമിക്ക ബലാത്സംഗ കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. അത് വെച്ച് നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള കണക്ക് ഇതിനെക്കാട്ടിലും വളരെ വലുതായിരിക്കും. അങ്ങനെയുള്ള ഒരു രാജ്യത്ത്, സ്ത്രീകൾക്ക് തീരെ സുരക്ഷിതത്വമില്ലാത്ത ഒരു രാജ്യത്ത് എന്തുകൊണ്ടാണ് ചില സ്ത്രീകൾക്ക് റേപ്പ് ഫാൻറ്റസി പോലെയുള്ള ലൈംഗിക ചിന്തകൾ ഉണ്ടാകുന്നത്? നമ്മുടെ ലൈംഗിക താല്പര്യങ്ങൾ എന്ന് പറയുന്നത് പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള ഒരു പ്രതിഭാസമല്ല. റേപ്പ് ഫാൻറ്റസി പോലെ തന്നെ പല സ്ത്രീകൾക്കും വളരെ കോമൺ ആയിട്ടുള്ള ഒരു രതി സ്വപ്നമാണ് ഈ BDSM. അതായത് ബോണ്ടേജ്, ഡിസിപ്ലിൻ, സഡോമസോക്കിസം എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് ബന്ധനത്തിലൂടെയും പീഡനത്തിലൂടെയും ഒക്കെ ഒരു ലൈംഗിക നിർവൃതിയിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ. ഈ ഒരു ലൈംഗിക താല്പര്യം സ്ത്രീകളുടെ ഇടയിൽ എത്രത്തോളം വ്യാപകമായിരുന്നു എന്ന് തെളിയിച്ച ഒരു പുസ്തകമായിരുന്നു 2012 പുറത്തിറങ്ങിയ E.L. ജെയിംസിൻ്റെ 50 Shades of Grey എന്ന പുസ്തകം. ഈ ഒരു പുസ്തകം ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ ഇടയിൽ ബെസ്റ്റ് സെല്ലറായിട്ട് മാറിയ ഒരു പുസ്തകമായിരുന്നു. ഈ ഒരു പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് വരെ സ്ത്രീകളുടെ ഈ ഒരു ലൈംഗിക താല്പര്യം മുഖ്യധാരാ സമൂഹത്തിൻ്റെ മുൻപിൽ ആരും കൊണ്ടുവന്നിരുന്നില്ല. അതുകൊണ്ടാണ് 50 Shades of Grey BDSത്തെ പറ്റി വളരെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിട്ട് പോലും ആ ഒരു പുസ്തകത്തിന് സ്ത്രീകളുടെ ഇടയിൽ ഒരു ഓളം ഉണ്ടാക്കുവാനായിട്ട് കഴിഞ്ഞത്. പഠനങ്ങൾ പ്രകാരം ഏകദേശം 93% സ്ത്രീകൾക്ക് ഒരു ലൈംഗിക പ്രവൃത്തിയിൽ ബലമായി കീഴ്പ്പെടുന്നതിലൂടെ ആനന്ദം കണ്ടെത്തുന്നവരാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം എല്ലാ സ്ത്രീകളും ലൈംഗിക ആക്രമണത്തിൻ്റെ ഇരകളാകാൻ കൊതിക്കുന്നു എന്നാണോ? ഒരിക്കലുമല്ല. ഒരു റേപ്പ് ഫാൻറ്റസി ഉള്ള ഒരു സ്ത്രീ വഴിയിലൂടെ രാത്രി താൻ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ തന്നെ ആരെങ്കിലും വന്ന് ബലാത്സംഗം ചെയ്യണം എന്നല്ല ആഗ്രഹിക്കുന്നത്. മറിച്ച് ആ ഒരു ലൈംഗിക താല്പര്യം വ്യക്തമാക്കുന്നത് ആ ഒരു സ്ത്രീക്ക് തൻ്റെ ലൈംഗിക അവകാശങ്ങളെപ്പറ്റി എത്രത്തോളം ബോധ്യമുണ്ട് എന്നാണ്. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ റേപ്പ് ഫാൻറ്റസി പോലെയുള്ള ലൈംഗിക താല്പര്യങ്ങൾ പലപ്പോഴും കണ്ടുവരുന്നത് സ്വന്തമായിട്ടൊരു വ്യക്തിത്വവും അഭിപ്രായ സ്വാതന്ത്ര്യവും സ്വയം തീരുമാനമെടുക്കാൻ കഴിവുമൊക്കെയുള്ള സ്ത്രീകളിലാണ്. അതുകൊണ്ട് തന്നെ ഈ BDSവും റേപ്പ് ഫാൻറ്റസിയും പോലെയുള്ള ലൈംഗിക താല്പര്യങ്ങൾ സാധാരണ കണ്ടുവരുന്നത് ഫെമിനിസ്റ്റുകളുടെ ഇടയിലാണ്. ഇത് കേൾക്കുന്ന പലർക്കും ഒരു വിരോധാഭാസമായിട്ട് തോന്നിയേക്കാം. എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ അവകാശങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും വേണ്ടിയൊക്കെ നിലകൊള്ളുന്ന ഫെമിനിസ്റ്റുകളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ലൈംഗിക താല്പര്യം ഉണ്ടാകുന്നത്? നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഈ ലൈംഗിക താല്പര്യം എന്ന് പറയുന്നത് പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള ഒരു പ്രതിഭാസമല്ല. ഫെമിനിസ്റ്റുകൾ സമൂഹത്തിൻ്റെ മുൻപിൽ സാധാരണ സ്ത്രീകളെക്കാട്ടിൽ കൂടുതൽ അവരുടെ അവകാശങ്ങളെപ്പറ്റി ബോധ്യമുള്ളവരും ശാക്തീകരിക്കപ്പെട്ടവരുമായിട്ടുമൊക്കെയുള്ള സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ അവർ ബെഡ്റൂമിൽ ഇതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു ലൈംഗിക താല്പര്യമായിരിക്കും പ്രകടിപ്പിക്കുക. പക്ഷേ ഇവിടെ പുരുഷന്മാർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഈ റേപ്പ് ഫാൻറ്റസിയും BDSമും പോലെയുള്ള ലൈംഗിക താല്പര്യങ്ങളുള്ള സ്ത്രീകൾ ആ ലൈംഗിക താല്പര്യങ്ങൾ അവർക്ക് പൂർണ്ണ വിശ്വാസവും സമ്മതവും ഒക്കെയുള്ള പുരുഷന്മാരുമായിട്ട് മാത്രമാണ് പ്രാവർത്തികമാക്കാൻ താല്പര്യം കാണിക്കുക, അല്ലാതെ അപരിചിതരുമായിട്ട് അല്ല.
അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റേപ്പ് ഫാൻറ്റസിയെ ഒരു സ്ത്രീയുടെ സമ്മതത്തോടു കൂടിയുള്ള ഒരു ബലാത്സംഗമെന്നോ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ സമ്മതത്തോടു കൂടിയുള്ള ബലമായിട്ട് ചെയ്യുന്ന സെക്സ് എന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പം ശരിക്കും ഇതിനെ നമുക്കൊരു സാങ്കല്പിക ബലാത്സംഗമെന്നോ റോൾ പ്ലേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്താണ് ഈ ഒരു വിചിത്രമായ ലൈംഗിക താല്പര്യത്തിൻ്റെ പിന്നിലുള്ള ഒരു സൈക്കോളജി? ഒരു പുരുഷൻ തന്നെ ബലമായി കീഴ്പ്പെടുത്തി സെക്സിൽ ഏർപ്പെടുമ്പോൾ ആ സ്ത്രീയെ സംബന്ധിച്ച് അത് സൂചിപ്പിക്കുന്നത് ആ പുരുഷന് തൻ്റെ മേലുള്ള നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ലൈംഗിക താല്പര്യവും ആസക്തിയും ഒക്കെയാണ്. ഇത് ആ സ്ത്രീയെ സംബന്ധിച്ച് ഒരു ലൈംഗിക ഉത്തേജനമായിട്ട് മാറും. അതുപോലെ വേറെ ചില സ്ത്രീകൾ അവരുടെ വിശ്വാസത്തിൻ്റെയും കൾച്ചറിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് ലൈംഗികതയെപ്പറ്റി കേട്ടു വളർന്ന കഥകൾ കാരണം അവരുടെ യഥാർത്ഥ ലൈംഗിക താല്പര്യം പുറത്തു പറയാൻ മടിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ള സ്ത്രീകളെ സംബന്ധിച്ച് റേപ്പ് ഫാൻറ്റസി പോലെയുള്ള രതിസ്വപ്നങ്ങൾ അവരുടെ താല്പര്യങ്ങൾ പുറത്തു പറയാതെ തന്നെ നിറവേറുവാനുള്ള ഒരു മാർഗമാണ്. കാരണം ആ സാങ്കല്പിക ബലാത്സംഗത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആ പുരുഷൻ്റെ മേൽ മാത്രമാണ്. സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ പല മേഖലകളിലും ഇന്ന് ഒരു തുല്യതയുടെ ആവശ്യകതയെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് തൊഴിൽ മേഖല ഉൾപ്പെടെയുള്ള പല രംഗങ്ങളിലും പുരുഷനോടൊപ്പം തീരുമാനമെടുക്കുന്നത് പലപ്പോഴും സ്ത്രീകളാണ്. അപ്പം ഈ ഒരു തുല്യതയിൽ നിന്നുകൊണ്ട് ഒരു സ്ത്രീ അവരുടെ സ്വകാര്യ ലൈംഗിക താല്പര്യങ്ങൾ വിഭാവനം ചെയ്യുമ്പോൾ അവിടെ അവർക്ക് ഉത്തരവാദിത്തമോ തീരുമാനമോ ഒന്നും എടുക്കാതെ ഒരു പുരുഷന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാകണം എന്ന് ആഗ്രഹിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റ് പറയാൻ സാധിക്കും? മറ്റുള്ളവരുടെ ലൈംഗിക താല്പര്യങ്ങളും ചിന്തകളും ഒക്കെ കേൾക്കുമ്പോൾ അമ്പരപ്പും വിചിത്രവുമായിട്ടും ഒക്കെ തോന്നുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മളാരും തന്നെ നമ്മളുടെ സ്വകാര്യ ലൈംഗിക താല്പര്യങ്ങൾ നമ്മളുടെ പങ്കാളികളുമായിട്ട് പോലും പങ്കുവയ്ക്കാൻ ധൈര്യം കാണിക്കാറില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വകാര്യ ലൈംഗിക താല്പര്യങ്ങൾ എത്ര വിചിത്രമായാൽ പോലും അത് ഒരു രോഗമല്ല. നിങ്ങളുടെ വിചിത്രമായ ലൈംഗിക താല്പര്യങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് സമഗ്രമായിട്ടുള്ള ഒരു ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന കൗൺസിലിങ്ങും തുറന്ന സംഭാഷണവും മാത്രം മതി. നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും ഒക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.